ഈയിടയ്ക്ക് ഞാൻ ശ്രീനിച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ശ്രീനിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ശ്രീനിച്ചേട്ടന് ഒത്തിരി നായികമാരോട് അഭിനയിച്ചപ്പോൾ ഒത്തിരി പേര് അഭിനയിച്ചു. ശ്രീനിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക, അഭിനയ രംഗത്തെ ഏറ്റവും ഇഷ്ട ഉർവശി ചേച്ചി എന്നാണ് എന്നോട് പറഞ്ഞത്. അത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഇതാണ് പറഞ്ഞത്. എത്രയോ സിനിമകൾ ദിവ്യ ചേച്ചിക്ക് അഭിനയിച്ചു വെച്ചതിൽ ഒരു നായകൻ്റെ പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളുമായിട്ട് എപ്പോഴും അടുത്ത് നിന്ന് അഭിനയിച്ച ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? എല്ലാവരും ഒന്നായിരിക്കും. പക്ഷെ എങ്കിലും ഏറ്റവും അധികം സിനിമകൾ ചെയ്തതാണ് ജയറാമേട്ടൻ്റെ കൂടെയാണ്. അത് നിങ്ങൾ ഭയങ്കര കോംബോ ആയിരുന്നു ആ സമയത്ത്. ഏറ്റവും കൂടുതൽ സിനിമകൾ നിങ്ങൾ തമ്മിലായിരുന്നു. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്ത സിനിമകളിൽ 6 സിനിമകൾ ജയറാമേട്ടൻ്റെ കൂടെയാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു സബ്ജക്റ്റ് വൈസ്? അതിൽ സബ്ജക്റ്റ് വൈസ് എനിക്ക് കാരുണ്യമാണ്. പക്ഷെ ഞാൻ ആസ്വദിച്ച് അഭിനയിച്ചത് സൂര്യപുത്രനാണ്. ഒരുപാട് ഫൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഇന്നസെന്റ് അങ്കിളിൻ്റെ കൂടെ ജയറാമേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഇന്നസെന്റ് അങ്കിൾ, ജഗതി അങ്കിള്, ഹനീഫിക്ക, ഊട്ടി, ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ. അങ്ങനെ ഈ ആദ്യ സിനിമയിലും അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കല്യാണ സൗന്ദര്യത്തിലും ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്ന സിനിമയിലാണല്ലോ എത്തിപ്പെടുന്നത്. കുറേ ആർട്ടിസ്റ്റുണ്ട്. ചെയ്തു വെച്ച കുറേ സിനിമ കൂടുതൽ ആളുകളുള്ള സിനിമയിലാണ് അഭിനയിച്ചേക്കുന്നത്. അത് കൂടുതൽ എക്സ്പീരിയൻസ് അല്ല കിട്ടിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. അതെ അതെ, എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു ന്യൂ കമ്മറെ ടോളറേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയൊക്കെ എത്തി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, ആ സ്നേഹം ഞാനിപ്പോഴും പറയുന്നു. ദിവ്യ ഉണ്ണി എന്നൊരു ആക്ടറിനുള്ള സ്നേഹം മലയാളി പ്രേക്ഷകർക്ക് അന്നും ഇന്നും ഒരുപോലെ ഉണ്ട്. ഇപ്പോഴും ഒരു ടി വിയിൽ സിനിമ വന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. ടി വി വെക്കുമ്പോൾ സിനിമകൾ കാണും. സൂര്യ ടി വിയിലൊക്കെയാണ് കൂടുതൽ സിനിമകൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട. ആ ദിവ്യ ഉണ്ണി മലയാളത്തിലേക്ക് ഇനി എന്നാണ് ഒരു തിരിച്ചു വരിക സിനിമയിലേക്ക്? പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാവും ഞങ്ങളുടെ മുമ്പിൽ. സിനിമയിലേക്ക് എന്നായിരിക്കും ഒരു തിരിച്ചു വരവ്? നോക്കാം, നമ്മള് സമയമാകുമ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ട്. സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ടോ? സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവാക്കേണ്ടി വരുന്നു. വേറെ കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. പ്രയോറിറ്റീസ് ഉണ്ടല്ലോ നമുക്ക്. ഡ്യൂട്ടീസ് ഉണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. സോ അതിനൊക്കെ ചിലപ്പോൾ മുൻതൂക്കം കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നോക്കാം. വരും. ഇല്ല എന്ന് പറയുന്നത് ഇല്ല ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അല്ലേ അത് പറഞ്ഞൂടെ? പറഞ്ഞാ പിന്നെ ചോദിക്കേണ്ടി വരില്ലല്ലോ. വയ്യെങ്കി അത് പറഞ്ഞൂടേന്നല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നോക്കാം. വരും എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാൻ പോവാം. താങ്ക് യു. നമുക്ക് ഈ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി. ഡാൻസിന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് നല്ല സബ്ജക്റ്റ്. ഇനി ദിവ്യ ഉണ്ണി തിരിച്ചു വരുന്നതിലുള്ള ആ രീതിക്കുള്ള കുടുംബ ചിത്രമായിട്ട് തന്നെ വന്നു. കുടുംബ സദസ്സുകളിലായിരുന്നു ദിവ്യ ഉണ്ണി എന്ന ആക്ടറെ എന്നും സ്നേഹിച്ചിരുന്നത്. ഫാമിലി ആയിരുന്നു. അതേ സബ്ജക്റ്റുമായിട്ട് വീണ്ടും നമ്മളിപ്പോഴും നല്ല സംവിധായകരുണ്ട് കേട്ടോ. പുതിയ സംവിധായകർ എത്ര പേരുണ്ടെന്ന് അറിയോ? ഡെഫിനറ്റ്ലി. പിന്നെ ഞാൻ കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് അപ്ഡേറ്റഡ് ആണ് ഞാൻ. സോ അങ്ങനെയാണ്. പക്ഷെ സമയക്കുറവുണ്ട്. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് കൈ കാണിക്കുകയാണ് പത്രസമ്മേളനം. ഞാൻ ഈ സമയമൊന്നും കിട്ടിയ എൻ്റെ ഇന്റർവ്യൂ തീരാറുള്ളതല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, പറ്റുമെങ്കിൽ മാത്രം മറുപടി പറയുക. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി വരിക. ഞാൻ ചോദിക്കാതെ പോകുന്നത് ശരിയാണ്. ദിവ്യാണിയുടെ ഒരു പോസ്റ്റ് വന്നാൽ, ദിവ്യാണി ഒരു എയർപോർട്ടിൽ ഇറങ്ങിയത് വന്നപ്പോൾ അപ്പോഴും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇതുവരെ ദിവ്യാണി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ടോ. കലാഭവമണിയുടെ ഒരു ജീവിതമായിട്ട് വന്നു. കലാഭവമണിയുടെ നായികയാകാൻ ദിവ്യ ഉണ്ണി വിസമ്മതിച്ചു. ഇപ്പോഴും കമന്റുകൾ വരുന്നുണ്ട്. അതിനൊരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കൊന്ന് തോന്നി. പക്ഷെ അത് ഒരു ഇന്റർവ്യൂവില് ഒരെണ്ണത്തിൽ ഞാൻ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു തവണ ഞാൻ അന്നേരം തന്നെ പറഞ്ഞിരുന്നു. അത് ഇത് ആദ്യത്തെ അവസാനത്തെ റിപ്ലൈ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് റെഫർ ചെയ്യുമോ? അത് പൊളിച്ചോട്ടെ. അതൊന്ന് എടുത്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പ്ലീസ് ഞാനത് റെഫർ ഇല്ല. ഞാനൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ പറയണം. ഇനി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് ഇന്ന് പറയുന്നുമില്ല, അങ്ങനെയല്ല പറഞ്ഞ? അതുകൊണ്ടൊന്നല്ല. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? അല്ല, അന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മള് എനിക്കറിയാം, അദ്ദേഹത്തിന് അറിയാം. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് നമ്മള് ഒരു ജസ്റ്റിഫൈഡ് അല്ല അത് മനുഷ്യനെ പറ്റി അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയണത്. ആളുകൾ പറയണത് എന്ന് പറയുന്നത് ആളുകൾ പറയും. എന്തായാലും ഒരു ഹിന്ദി പാട്ടില്ലേ, ലോകവും കാം എന്തോന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളത്. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ നമ്മളെന്തിനാന്ന് ഇവരെ ഫീഡ് ചെയ്യണത്?
നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ഇന്നലെ കൂടെ ഒരു പോസ്റ്റ് വായിച്ചു, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ പട്ടിണിക്കിടുക, സ്റ്റാർവ് ഇറ്റ്. അത് പട്ടിണി കിടന്ന് അത് ചാവട്ടെ എന്ന്. അപ്പം നമ്മൾ അതിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കണോണ്ടാണ് ഇത് വളരണേന്നാണ് വലിയ വലിയ ആളുകൾ പറയണത്. കൃത്യം മറുപടി കേട്ടോ, നമ്മൾ നോക്കാതിരുന്ന എന്റെ കാഴ്ചപ്പാട്. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കണ്ട, അപ്പൊ ഞാൻ പട്ടിണിക്കിട്ടിരിക്കുക. ഭക്ഷണിക്കിട്ടുക, അത്ര കാലം ഭക്ഷണിക്കിട്ടുക. അല്ല, ഇത് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ എനിക്കറിയാം. ഞാനും ഈ കഥകൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നീട് വേറെ ആളുകളടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിനയ് സാറിൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ. പക്ഷെ അതിനുശേഷമാണ് വിനയ് സാറുമായിട്ട് വിനയ് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ദിവ്യാണ്ടി എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലായി. അന്നുണ്ടായ എന്തോ സംഭവങ്ങൾ അത് വലിയ രീതിയിൽ വലിച്ചു നീട്ടി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ എടുത്തത് ആഘോഷിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ ഭക്ഷണിക്കിട്ടൊക്കെയാണ് ഞാൻ. അതവിടെ കടന്നു പോയിക്കോട്ടെ. അത് കാണുമ്പോൾ ദുഃഖം വരാറുണ്ടോ? ഇല്ല. അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ദുഃഖിച്ചിരുന്ന് ഇരിക്കാനേ സമയമുള്ളൂ അല്ലേ? അല്ല, ദിവ്യാണ്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം. അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഞാനിത് കൃത്യമായിട്ട് മറുപടി പറയുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്. ചോദിച്ചു വന്ന് അനുമതി മേടിച്ചിട്ടാണ് ചോദിച്ചത്. അല്ല, വേറെ ഒന്നും രീതിക്ക് എടുക്കുകയും ചെയ്തത്. ഞാൻ വീണ്ടും പറഞ്ഞു, ദിവ്യാണ്ടിയുടെ സിനിമകൾ കണ്ടു വളർന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദിവ്യാണ്ടി ഇനിയും സിനിമയിലേക്ക് തിരിച്ചു വരണം. ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഈ ഒരു ഇന്റർവ്യൂ ഇത്രയും സമയം കൊണ്ട് അവസാനിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇതുവരെ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ല. അത് സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം 29 ഡാൻസ് പ്രോഗ്രാമിന് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.